ആനന്ദത്തിലാണ് എല്ലാവരും അവരെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര അവരുടെ സ്ട്രെസ്സോ എനർജിയോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചാടി ഓടി ഒരു 10 മിനിറ്റോളം അവർ ഭയങ്കരമായിട്ട് നല്ല ഹൈറ്റിൽ ചാടും. ഇവർ നിന്ന് നിൽപ്പിന് നല്ല ഹൈറ്റിലൊക്കെ ചാടി കുറച്ച് വഴക്കുണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തെല്ലാം കഴിഞ്ഞ് അവർ ശാന്തമാവും. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞോളൂ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവർ ഇവിടെ ഇങ്ങനെ പോക്കറ്റായിട്ട് കിടക്കും. കിടന്ന് അയവെട്ടി കിടക്കും. എല്ലാവരെയും കൂടെ വിടുമ്പോൾ കൺജസ്റ്റഡ് ആവും. അപ്പോൾ ഈ ഇപ്പുറത്തുള്ള സെക്ഷൻ ഞങ്ങൾ ഇന്ന് രാവിലെ വിട്ടെങ്കിൽ അപ്പുറത്തുള്ള സെക്ഷൻ നാളെ ഇറക്കി വിടും. ഇനി കറവ സമയമാകുമ്പോഴേ ഇവരെ കയറ്റത്തുള്ളൂ. ബിക്കോസ് ഇവർ വെയിൽ കൊള്ളണം. അതിനാണ് ഈ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സൂര്യകേതു നാടി എന്നാണ് പറയുന്നത്. ഇവരുടെ ഹമ്പ് മുതൽ ആ ടെയിൽ വരെയുള്ള ഭാഗം, അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇവർ ഒരുപാട് എനർജി വലിച്ചെടുക്കും. വൈറ്റമിൻ ഡി വരെ പാലിലുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇവർ വെയിൽ കൊള്ളാതെ ഞാൻ കൂട്ടി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വെയിൽ കൊള്ളണം. പിന്നെ ഇവരെത്ര ഇപ്പം ഏറ്റവും നല്ല തിരുവനന്തപുരത്ത് 36 ഡിഗ്രി ചൂടെന്നൊക്കെയാണ് പറയുന്നത്. ആ ചൂട് അടിച്ചാലും ഇവർ അണയ്ക്കുകയോ, സാധാരണ പശുക്കൾ അണയ്ക്കുമെന്ന് പറയും, വായുവിടെ പതയൊക്കെ വരും നല്ല ചൂടാകുമ്പം. HF ജേഴ്സി ഉദാഹരണത്തിന് ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ്, ഇവർ അണയ്ക്കില്ല. പിന്നെ നാച്ചുറലായിട്ടുള്ള നല്ല ഇമ്മ്യൂണിറ്റി അവർക്കുണ്ട്, അസുഖങ്ങൾ കുറവാണ്. അതൊക്കെയാണ് ഏറ്റവും വലിയ ഈ പശുക്കളെ വളർത്തുന്നുള്ള അനുഗ്രഹം. പാല് കുറച്ചേ ഉള്ളെങ്കിലും ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നമ്പർ 1 ആണ്. നല്ല ആഹാരം കൊടുത്ത് നല്ല ആംബിയൻസിൽ സ്നേഹത്തോടെ അവർ നിൽക്കുന്നു. അതാണ് അവരുടെ കെയറിങ്. ആവശ്യമില്ലാതെ വടിയെടുക്കുക, അവരെ തല്ലുക, അവർക്ക് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. സ്ട്രെസ്സ് കൊടുത്താൽ പെട്ടെന്ന് അത്രയും സെൻസിറ്റീവാണ് അവർ. വൈൽഡ് ആണെങ്കിലും അത്രയും സെൻസിറ്റീവാണ്. എങ്ങനെ തീറ്റ കൊടുക്കുന്നതൊക്കെ എങ്ങനെ? ഇലിപ്പോട് അല്ലെങ്കിൽ പഴയ ഇവിടെ ഒരു കരിമൺകുളം ഏല എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അതെല്ലാം റെസിഡൻഷ്യൽ കോളനിയാണ്. പക്ഷേ ചില പ്ലോട്ടുകൾ അടഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളിൽ ഞാൻ പുല്ല് നടുകയാണ്. ഇത് മൊത്തത്തിൽ ഒരു സിറ്റിക്കകത്തൊരു ഫാം നടത്തുമ്പം എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ഞാൻ ചെയ്യുന്നത്.